അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കിന്ന് കുക്കർ വെച്ച് വളരെ എളുപ്പത്തിൽ ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് നമുക്കൊരു ചിക്കൻ എടുത്ത് പാത്രത്തിൽ ഇട്ട് കൊടുത്ത് അതിലേക്ക് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്ക് മസാല ഇട്ട് വയ്ക്കാം. അത് കഴിഞ്ഞ് നമുക്കൊരു കുക്കർ എടുത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയെന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാളയുടെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് കരിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അത് ഒരു തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൈയെടുക്കാതെ സവാള ഇളക്കി കൊടുക്കാം. ഇളക്കി സവാളയൊന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. അത് ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുകൊണ്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരു ചെറിയ തീ കുറച്ച് വെച്ച് നമുക്ക് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് മസാലയുമായി മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് കുക്കർ അടച്ചു വെച്ച് നമുക്ക് തീ കൂട്ടി വെച്ച് നമുക്ക് ഇത് കാണിച്ച പോലെ തന്നെ തീ കൂട്ടി വെച്ച് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് 3 വിസിൽ കേട്ട് നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ സവാളയും തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ചിക്കനിലും നേരത്തെ മുളക് പൊടിയൊക്കെ പറ്റിയതുകൊണ്ട് മുളക് എരി കറക്റ്റാണ്. പിന്നെ കുറച്ച് ഉപ്പ് കൂടി നമുക്ക് നോക്കിയിട്ട് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് കുക്കർ അടച്ചു വെച്ച് തീ കൂട്ടി വെച്ച് ഒരു വിസിൽ കേൾക്കുമ്പോൾ നമുക്ക് ആവിയെല്ലാം പോയി നമുക്ക് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിക്കനൊന്നും അധികം വെന്തൊന്നും പോയിട്ടില്ല. നമുക്ക് ഇതുപോലെ നമുക്ക് കിട്ടും. അതിനുശേഷം നമുക്ക് മല്ലിയിലയും ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് ഇതുപോലെ നമുക്ക് കുക്കറിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാം.